ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ്. ഒരു ഓബ്ജക്റ്റിൻ്റെ ഒരു എഡ്ജ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ലൈൻ വെച്ചിട്ടോ കട്ട് ചെയ്ത് അൺഫോൾഡ് ചെയ്താൽ കിട്ടുന്ന പ്ലെയിനിനെയാണ് ആ ഓബ്ജക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസിൽ അതിൻ്റെ ഓരോ ലെങ്ത്തും ട്രൂ ലെങ്ത് ആയിരിക്കും. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഓട്ടോമൊബൈലിലും എയർക്രാഫ്റ്റ്, ഷിപ്പ് ബിൽഡിംഗ്, പാക്കിംഗ് ആൻഡ് ഷീറ്റ് മെറ്റൽ വർക്ക്. ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ് ആക്യുറേറ്റ് കിട്ടുന്നത് പോളിഹെഡ്ര സോളിസോ റെവല്യൂഷൻ ടൈപ്പ് ഓബ്ജക്റ്റിനാണ്. അതായത് പ്രിസം, പിരമിഡ്, കോണ്, സിലിണ്ടർ ടൈപ്പ് ഓബ്ജക്റ്റ്. സ്പിയർ, ഹെമിസ്പിയർ ടൈപ്പ് സോളിഡ് അപ്രോക്സിമേറ്റ് ആയിട്ട് മാത്രമേ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. മെത്തേഡ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് മെയിനായിട്ട് 4 ടൈപ്പ് മെത്തേഡിൽ സോൾസിന് ഡെവലപ്പ് ചെയ്യാം. ഫസ്റ്റ് പാരലൈൻ മെത്തേഡ്. ഈ മെത്തേഡ് വെച്ചിട്ട് പ്രിസം, ക്യൂബ്, സിലിണ്ടർ ഡെവലപ്പ് ചെയ്യാം. രണ്ടാമത്തത് റേഡിയൽ മെത്തേഡ്, പിരമിഡും കോണും ഡെവലപ്പ് ചെയ്യാം. മൂന്നാമത്തത് ട്രയാങ്കുലേഷൻ മെത്തേഡ്, അതായത് ട്രാൻസിഷൻ ബേസ്. ഇപ്പോൾ ട്രാൻസിഷൻ ബേസ് എന്ന് പറഞ്ഞാൽ ബേസസ് ഡിഫറെൻറ്റ് ഷേപ്പ് ആവാം. അതായത് ബോട്ടം ബേസ് സ്ക്വയർ ആണെങ്കിൽ ടോപ്പ് ബേസ് ഹെക്സഗൺ ആവാം, സർക്കിൾ ആവാം, പെൻറ്റഗൺ ആവാം. അതുപോലെ ബോട്ടം ബേസ് പെൻറ്റഗൺ ആയിട്ട് ടോപ്പ് ബേസ് ഹെക്സഗണോ സ്ക്വയറോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ആവാം. അതായത് ബേസസ് ഡിഫറെൻറ്റ് ഷേപ്പ് ആവുന്ന ഒബ്ജക്റ്റാണ് ട്രാൻസിഷൻ ബേസ് എന്ന് പറയുന്നത്. ഇപ്പം നാലാമത്തത് അപ്രോക്സിമേറ്റ് മെത്തേഡ്. അത് ഡെവലപ്പ് ചെയ്യുന്നത് സ്പിയർ, പാരാബോള, എലിപ്സ് അങ്ങനെയുള്ളത്. ഇപ്പം 3ഉം 4 മെത്തേഡ് K2ൻ്റെ സിലബസിലില്ല. ഡെവലപ്മെൻറ്റ് സർഫസ് എന്ന് പറഞ്ഞാൽ ഏതൊരു സോളിഡിൻ്റെയും ഒരു എഡ്ജ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ലൈൻ വെച്ചിട്ടോ കട്ട് ചെയ്തിട്ട് അൺഫോൾഡിൽ കിട്ടുന്ന സർഫസിനാണ് ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ് എന്ന് പറയുന്നത്. ഒരു സോളിഡ്, ഇപ്പോൾ ഇതൊരു പ്രിസമാണെങ്കിൽ ഈ പ്രിസത്തിന് ചുറ്റും ഒരു പേപ്പർ ചുറ്റുക. ഇങ്ങനെ ഒരു പേപ്പർ ചുറ്റി, ഈ പേപ്പർ ചുറ്റിയിട്ട് ഒരു എഡ്ജ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇത് അൺഫോൾഡ് ചെയ്യണം. അൺഫോൾഡ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അൺഫോൾഡ് കിട്ടുന്നത്. ഈ ബേസും 2 ബേസും, ആ ടോപ്പ് ബേസും ബോട്ടം ബേസും ഒഴിവാക്കിയിട്ട് ഈ ലാറ്ററൽ സർഫസും മാത്രം വരക്കുക. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, ഇപ്പം ഇതാണ് ഇതിൻ്റെ ലെങ്ത്ത്. ഈ ലെങ്ത്ത് കിട്ടുന്നത് നമ്പർ ഓഫ് ബേസ് എഡ്ജസ് ഉണ്ട്, ലെങ്ത് ഓഫ് ബേസ് എഡ്ജ്. അതായത് ഇതിന് സ്ക്വയർ പ്രിസം ആയതുകൊണ്ട് 4 സൈഡ് ഉണ്ടാവും. അപ്പോൾ 4 ഇൻറ്റു ഈ ഒരു ബേസ് എഡ്ജിൻ്റെ ലെങ്ത്ത്. ഹൈറ്റ് ആക്സിൽ ഹൈറ്റിൻ്റെ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു സ്ക്വയർ പ്രിസം ഡെവലപ്മെൻറ്റ്. ക്യാപിറ്റൽ നെയിം ചെയ്യാം ABCDA. അതായത് ഈ A1 എന്ന് പറയുന്ന എഡ്ജ് വെച്ച് കട്ട് ചെയ്യുന്നതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിലും എൻഡിലും സെയിം എഡ്ജാണ് ഉണ്ടാവുക.